ഈ സീസണിൽ സാധ്യമായ എല്ലാ കിരീടങ്ങളും ലക്ഷ്യം വെക്കുന്ന ഇന്റർ മയാമി മറ്റൊരു കിടിലൻ ട്രാൻസ്ഫർ നടത്താനുള്ള ഒരുക്കങ്ങളിലാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അർജന്റീനയുടെ പ്രതിരോധ താരം ഗോൺസാലോ പിയോവിയാണ് ഇപ്പോൾ അമേരിക്കൻ ക്ലബിൻ്റെ റഡാറിലുള്ളത്. നിലവിൽ മെക്സിക്കൻ ക്ലബ്ബായ ക്രസ് അസോളിൻ്റെ താരമാണ് ഈ 30-കാരൻ. പിയോവിയെ സ്വന്തമാക്കി ടീമിൻ്റെ പ്രതിരോധ നിര കരുത്തുറ്റതാക്കാനാണ് ലയണൽ മെസ്സിയുടെയും സംഘത്തിൻ്റെയും ശ്രമം. മെസ്സിയുടെ വരവിന് ശേഷം ലോക ഫുട്ബോളിലെ ശ്രദ്ധിക്കപ്പെടുന്ന ക്ലബ്ബുകളിൽ ഒന്നായി മാറിയ ഇന്റർ മയാമി കഴിഞ്ഞയിടക്കാണ് റോഡ്രിഗോ ഡീപോളിനെ ടീമിലെത്തിച്ചത്. അർജന്റീൻ സൂപ്പർ താരമായ ഡീപോളിനെ അത്ലറ്റിക്കോ മഡ്രിഡിൽ നിന്നായിരുന്നു ഇന്റർ മയാമി റാഞ്ചിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ട്രാൻസ്ഫറിന് കൂടി അവർ തയ്യാറെടുക്കുന്നത്. പരിചയസമ്പന്നനായ പിയോവിയെ ടീമിലെത്തിക്കുന്നതോടെ ഇന്റർ മയാമിയുടെ പ്രതിരോധ നിര കരുത്തുറ്റതാകുമെന്നാണ് കരുതപ്പെടുന്നത്. ലയണൽ മെസ്സിയുടെ ക്ലബ്ബ് എന്ന നിലയിൽ ലോക ഫുട്ബോളിൽ ശ്രദ്ധിക്കപ്പെട്ട ടീമാണ് ഇന്റർ മയാമി. 2023 അർജന്റീൻ ഇതിഹാസമായ മെസ്സി ഇന്റർ മയാമിയിലെത്തുന്നത്. ലയണൽ മെസ്സിയുടെ വരവിന് ശേഷം അമേരിക്കൻ ക്ലബിൻ്റെ തലവര മാറുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. മെസ്സി എത്തിയതിനു ശേഷമായിരുന്നു ഇന്റർ മയാമി അവരുടെ ക്ലബ്ബ് ചരിത്രത്തിലെ ആദ്യ കിരീടം സ്വന്തമാക്കിയത്. 2023 ലീഗ്സ് കപ്പ് കിരീടമായിരുന്നു ഇത്. അതിനുശേഷം കഴിഞ്ഞ സീസണിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡും ഇന്റർ മയാമി നേടി. ഇന്റർ മയാമിക്ക് വേണ്ടി ഈ സീസണിൽ 24 കളികളിൽ നിന്ന് 19 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് മെസ്സിയുടെ സമ്പാദ്യം. ക്ലബിനായി മൊത്തം 70 മത്സരങ്ങൾ കളിച്ച ഈ അർജന്റീൻ ഇതിഹാസം 58 ഗോളുകളും 28 അസിസ്റ്റുകളും സ്വന്തമാക്കി. ഇന്റർ മയാമിയുടെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനും മെസ്സി തന്നെ. മെസ്സിയുമായുള്ള ഇന്റർ മയാമിയുടെ കരാർ ഈ വർഷം ഡിസംബറിൽ അവസാനിക്കാനിരിക്കുകയാണ്. താരവുമായി പുതിയ കരാർ ഒപ്പുവെക്കാൻ ഇന്റർ മയാമി നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം മെക്സിക്കൻ ക്ലബ്ബ് നെക്കാക്സക്കെതിരെ നടന്ന ലീഗ്സ് കപ്പ് മത്സരത്തിനിടെ പരിക്കേറ്റ ലയണൽ മെസ്സി കളത്തിന് പുറത്താണ്. മെസ്സിക്ക് കളിക്കളത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുമെന്ന് ഇന്റർ മയാമി അന്ന് തന്നെ അറിയിച്ചിരുന്നു. വലതുകാലിലെ പേശികൾക്ക് ചെറിയ പരിക്കുണ്ടെന്ന് പരിശോധനകളിൽ കണ്ടെത്തിയെന്നാണ് ക്ലബ്ബ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. നെക്കാക്സക്കെതിരായ മത്സരത്തിൻ്റെ 11-ാം മിനിറ്റിലാണ് മെസ്സി കളത്തിൽ നിന്ന് പുറത്തുപോയത്. മെസ്സിയുടെ തിരിച്ചുവരവ് എന്നായിരിക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും ചികിത്സയോടുള്ള പ്രതികരണവും പരിക്ക് ഭേദമാകുന്നതും അനുസരിച്ചായിരിക്കും ഇതെന്നും ഇന്റർ മയാമി പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. അസ്വസ്ഥത കാരണം നേരത്തെ കളം വിടേണ്ടി വന്നതോടെ പരിക്കിൻ്റെ വ്യാപ്തി വിലയിരുത്താൻ മെഡിക്കൽ പരിശോധനകൾ നടത്തുകയായിരുന്നു. മെസ്സിയില്ലാതെ മുഴുവൻ സമയം പൂർത്തിയാക്കിയ ഇന്റർ മയാമി അന്ന് 2-2 സമനില പാലിക്കുകയും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-5 ജയിച്ചു കയറുകയും ചെയ്തു. മെസ്സിയുടെ പരിക്ക് സംബന്ധിച്ച വാർത്ത ടീമിനാകെ വലിയ ആശങ്കയാണെന്ന് സഹതാരം ജോഡി ആൽബ പറയുകയും ചെയ്തു. മത്സരത്തിൻ്റെ അവസാനത്തിൽ സമനില ഗോൾ നേടിയത് ആൽബയായിരുന്നു. മെസ്സിയില്ലാതെ മറ്റൊരു മെക്സിക്കോ ക്ലബ്ബായ പ്യൂമാസ് UNAM ക്ലബിനെതിരെ 3-1 ഇന്റർ മയാമി വിജയിച്ചിരുന്നു. എന്നാൽ മേജർ ലീഗ് സോക്കറിൽ ഓർലാൻഡോ സിറ്റിക്കെതിരെ വമ്പൻ തോൽവിയാണ് അതിനുശേഷം മെസ്സിയുടെ ക്ലബ്ബ് ഏറ്റുവാങ്ങിയത്. 1-4 ഗോളുകൾക്കായിരുന്നു ലീഗിൽ 4-ാം സ്ഥാനത്തുള്ള ഓർലാൻഡോ സിറ്റി ഇന്റർ മയാമിയെ തകർത്തത്. ഓഗസ്റ്റ് 17 ലോസ് ആഞ്ചലസ് ഗാലക്സിക്കെതിരെയാണ് ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം. ഈ മത്സരത്തിൽ മെസ്സി കളിക്കുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല. ഈ മത്സരം കഴിഞ്ഞാൽ ഓഗസ്റ്റ് 20 ടൈഗേഴ്സ് UNലുമായി നിർണായകമായ ലീഗ്സ് കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരവും ഇന്റർ മയാമിക്ക് കളിക്കാനുണ്ട്. ഇതുകൂടി പരിഗണിച്ചായിരിക്കും മെസ്സിയുടെ തിരിച്ചുവരവിൽ അന്തിമ തീരുമാനമെടുക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.